ഇന്ന് പുട്ടും കടലയാണ്. തലേദിവസം കുതിർത്ത കടലയാണ്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 1/4 ടീസ്പൂൺ വീതം, ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും, ഉപ്പും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും, ചിക്കൻ മസാല ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി, കറിവേപ്പിലയും ഇട്ട ശേഷം കുറച്ച് നാളികേരത്തിൻ്റെ കൊത്തും കൂടി ചേർത്ത് 4 വിസിൽ വരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കപ്പിന് 1/2 കപ്പ് നാളികേരം ചിരകിയതും, 1/4 ടീസ്പൂൺ കുരുമുളകും, 1/4 ടീസ്പൂൺ വലിയ ജീരകവും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കണം. എന്നിട്ട് നൈസായി അരച്ചെടുക്കണേ. വാങ്ങിച്ച പുട്ടുപൊടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പുട്ടുപൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട ശേഷം 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കണേ. അത് നന്നായി ഇളക്കി 10 മിനിറ്റ് വെച്ചാൽ എടുത്ത പുട്ടിന് കറക്റ്റായി വന്നിട്ടുണ്ടാവേ. നാളികേരം അരച്ചതാണ് നമ്മൾ കടലിലേക്ക് ചേർക്കണത്. ഉപ്പ് നോക്കി പാകത്തിനുള്ള ഉപ്പിട്ട ശേഷം 1/4 ടീസ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ചേർക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറവിട്ടതിന് ശേഷം വിളമ്പാം. ഇവിടെ പുട്ടും കടലയും എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കൊഴികെ. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാനും ഇതൊക്കെ തന്നെ കഴിച്ചു. താങ്ക് യു.